ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. സോ അതിൻ്റെ ഒപ്പം തന്നെ നോക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്താണ് ഒരു കൺട്രോൾഡ് കോമ്പോണൻ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഈ കൺസെപ്റ്റുകൾ റിയാക്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് മര്യാദയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ ഒരു മേജർ ഒരു ഭാഗം മനസ്സിലായി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കോഡിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ പ്രൊജക്ട് ഫയൽസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് index.js ഫയലിനകത്താണ്. കോഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മൾ 3 കോമ്പണൻ്റ് ഉണ്ട് index.jsനകത്ത്: ഹെഡർ, ലിസ്റ്റ്, ഫൂട്ടർ. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനകത്ത് വീണ്ടും നമ്മൾ 2 കോമ്പണൻ്റ് എഴുതിയിട്ടുണ്ട്. ഒരു ടൂൾസും പിന്നെ അതിനകത്ത് ഒരു ലിസ്റ്റ് ഐറ്റവും. ഓക്കെ, ടൂൾസിൻ്റെ ചിൽഡ്രൻ ആയിട്ടാണ് ലിസ്റ്റ് ഐറ്റം പോയേക്കുന്നത്. എന്നാൽ ലിസ്റ്റ് ഐറ്റത്തിനകത്ത് പിന്നെയും കോമ്പണൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ലേബിൾ എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ കോഡ് കിടക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഡാറ്റ കിടക്കുന്നത് ഈ ലിസ്റ്റിനകത്താണ്. സോ ഈ ലിസ്റ്റിനകത്താണ് നമ്മുടെ ഈ ഡാറ്റ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ലിസ്റ്റിനകത്തുള്ള അറയുടെ എലമെൻസിൻ്റെ ഐറ്റത്തിനനുസരിച്ചിട്ട് അത്രയും ലിസ്റ്റ് ഐറ്റം ഉണ്ടാവും. സോ ഇപ്പോൾ ഇവിടെ 3 ഐറ്റമാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് നമുക്കിവിടെ 3 ഐറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നു. സോ ഇതാണ് പ്രൊജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ. സോ ഇതിനകത്ത് നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ഇട്ടിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ഇപ്പോൾ വർക്ക് ചെയ്യത്തില്ല. സോ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് ഡൗണിനകത്ത് ആക്റ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ആക്റ്റീവ് മാത്രം കാണിക്കുക. സോ നോൺ ആക്റ്റീവ് സെലക്ട് ചെയ്താൽ നോൺ ആക്റ്റീവ് മാത്രം കാണിക്കുക. ഓൾ സെലക്ട് ചെയ്താൽ എല്ലാം കാണിക്കുക. ഓക്കെ, സോ ആ ഒരു ഫീച്ചർ നമ്മൾ സ്റ്റേറ്റ് വെച്ച് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിത് സ്റ്റേറ്റ് ഇല്ലാണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ ഒരു ഐറ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഫംഗ്ഷൻ കോൾ ബാക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ആ ഫംഗ്ഷനകത്ത് നമുക്ക് ഈ ലിസ്റ്റിലെ ഡാറ്റ മാറ്റി കൊടുക്കണം. സോ അതായത് ഈ റിയാക്ട് ജെഎസിൻ്റെ മിക്കവാറും എല്ലാ കോഡിൽ തന്നെയും ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് UI കാണിക്കുന്നത്. സോ അതാണ് റിയാക്റ്റിൻ്റെ ഒരു മോഡൽ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ ഐറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഡാറ്റ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഐറ്റമേ ഉള്ളൂ. സോ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ റിയാക്റ്റിലെ UIs ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ കിട്ടുന്ന ആക്ഷൻ അനുസരിച്ചിട്ട് ഈ ഡാറ്റ മാറ്റി കൊടുക്കണം. അങ്ങനെ 2 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇതിൻ്റെ ആക്ഷന് കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ ഇത് അൺകമൻറ്റ് ചെയ്യാം. 3 ഐറ്റമായി. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ സെലക്ട് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കോൾ ബാക്ക് എഴുതാം. സോ ഇവിടെയാണ് നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ കോഡ് എഴുതേണ്ടത്. കാരണം ഇവിടെ കോൾ ബാക്ക് കിട്ടിയാലേ നമുക്ക് ഈ ഡാറ്റ അതിനനുസരിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നെ ഒരു ഫംഗ്ഷൻ എഴുതാം. ഓൺ ലിസ്റ്റ് ചേഞ്ച് എന്നോ നമ്മൾ ഇഷ്ടമുള്ള പേരിലൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഈ ഫംഗ്ഷനാണ് നമുക്ക് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം ലോഗ് ഇടാം. ഹിയർ എന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ടൂൾസിനകത്താണ്. ഈ ടൂൾസിനകത്താണ് ഈ സെലക്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫംഗ്ഷൻ വിളിക്കേണ്ടത്. ഓക്കെ, സോ ഈ ടൂൾസിനകത്തേക്ക് നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്കൊരു പ്രോപ്പായിട്ട് കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കോമ്പണൻ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രോപ്പ് നെയിം കൊടുക്കാം. നമുക്ക് ഓൺ ആക്ഷൻ എന്ന് കൊടുക്കാം. ഓൺ ആക്ഷൻ ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിനകത്ത് ഈ ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇത് ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ ദിസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കണം. ദിസ് ഡോട്ട് ഓൺ ലിസ്റ്റ് ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പ് ഓൺ ആക്ഷനകത്ത് നമ്മൾ ഈ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല, ഫംഗ്ഷൻ്റെ പേര് കൊടുത്തുള്ളൂ. അത് ഫംഗ്ഷൻ്റെ റെഫറൻസ് ആണ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പിനകത്ത് ഈ ഫംഗ്ഷൻ്റെ റെഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ടൂൾസിനകത്ത് ഈ പ്രോപ്സിനകത്ത് നമുക്ക് ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പ് ഉണ്ട്. ആ പ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി സെലക്ട് ഒരു HTML കോമ്പണൻ്റ് ആണ്. ഓക്കെ, സോ അതിനകത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഇതേപോലെ ഈ സെലക്ട് ഓരോന്ന് പിക്ക് ചെയ്യുമ്പോൾ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ ഇവൻറ്റിലാണ് നമുക്ക് കോൾ ബാക്ക് കിട്ടുക. സോ അത് സെലക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിലുണ്ടാവും. ഓൺ ചേഞ്ചിനകത്ത് നമ്മൾ ഈ പറയണ ഓൺ ആക്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ചേഞ്ച് നടക്കുമ്പോൾ ഈ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. ഈ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൺ ലിസ്റ്റ് ചേഞ്ച് എന്നുള്ള ഫംഗ്ഷനാണ്. സോ ഹിയർ എന്ന് പറഞ്ഞാൽ ഈ കൺസോൾ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഹിയർ വന്നു. ഓക്കെ, ഈ ഫംഗ്ഷനിലോട്ട് വന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനകത്ത് ഏതാണ് സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാവണം. ഓക്കെ, സോ HTML കോമ്പൗണ്ടിനകത്ത് ഏത് കോൾ ബാക്ക്, ഓൺ ചേഞ്ച്, ഓൺ ക്ലിക്ക് എന്താണെങ്കിലും ശരി, അവൻ തരുന്നത് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് നമുക്ക് പാസ് ചെയ്യും. ഓക്കെ, സോ അത് നമുക്ക് ഇവിടെ കിട്ടും, ഇവൻറ്റ്. ഓക്കെ,
സോ എന്ത് ഇവൻ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്ത ഇവൻ്റ് ആണല്ലോ, അപ്പോൾ ചേഞ്ച് ഇവൻ്റ് ആയിരിക്കും വരിക. സോ ഇവൻറ്റിനകത്ത് ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവൻ്റ് എവിടെയാണ് സംഭവിച്ചതെന്ന്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ കേസിനകത്ത് ഈ സെലക്ട് ബോക്സ് ആണ് ഈ ടാർഗറ്റ്. അതായത് ഈ ടൂൾസിനകത്ത് ഈ സെലക്ട് ബോക്സ് ആണ് ടാർഗറ്റ്. ഇനി ടാർഗറ്റിനകത്ത് ഒരു വാല്യൂ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അതൊരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കോമ്പണൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ സെലക്റ്റിനകത്ത് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്ത് അതിൻ്റെ ഈ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഫ്രഷ് ചെയ്തു, ആക്റ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് വരും, നോൺ ആക്റ്റീവ് സെലക്ട് ചെയ്താൽ നോൺ ആക്റ്റീവ് എന്ന് വരും, ഓൾ സെലക്ട് ചെയ്താൽ ഓൾ വരും. സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ അനുസരിച്ചിട്ടുള്ള കോൾ ബാക്ക് അവിടെ കിട്ടി. ഇനി ഈ കോൾ ബാക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഈ ഡാറ്റ ഈ വാല്യൂവിനനുസരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യണ്ടോന്ന്. സോ നമ്മൾ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കാം ഈ പഴയ ലിസ്റ്റിൽ നിന്നും. അതായത് കോൺസ്റ്റ്, എന്നിട്ട് ഈ അറേ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, എറ ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഓരോ ഐറ്റത്തിനും ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് ഈ ഫംഗ്ഷൻ ട്രൂ റിട്ടേൺ ചെയ്താൽ മാത്രമേ പുതിയ അറയ്ക്കകത്ത് പുതിയ ലിസ്റ്റിനകത്ത് ആ ഐറ്റം ഉണ്ടാവത്തുള്ളൂ. ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂവിനനുസരിച്ചിട്ട് ഓക്കെ, സോ കോൺസ്റ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഇവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ടു. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇഫ് വാല്യൂ ഇസ് ഈക്വൽ ടു ഓൾ. സോ വാല്യൂ ഓൾ ആണെങ്കിൽ എല്ലാ ഐറ്റവും നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ നമ്മളത് റിട്ടേൺ ചെയ്തു. ഓക്കെ, വാല്യൂ ആക്റ്റീവ് ആണെങ്കിലോ നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് വാല്യൂ ആക്റ്റീവ് ആണെങ്കിൽ ഇതിനകത്ത് ഈസ് ആക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, ഐറ്റം ഡോട്ട് ഈ ഐറ്റം ഡോട്ട് ഈസ് ആക്റ്റീവ് ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഐറ്റം റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, ഈ വാല്യൂ ഡ്രോപ്പ് ഡൗണിലെ വാല്യൂ നോൺ ആക്റ്റീവ് ആണെങ്കിലോ ഐറ്റം ഈസ് ആക്റ്റീവ് വാല്യൂ ഫോൾസ് ആണെങ്കിൽ മാത്രം ഇത് ട്രൂ റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതല്ലാത്ത എല്ലാ കേസും നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പുതിയ ലിസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ന്യൂ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് ന്യൂ ലിസ്റ്റിനകത്ത് പുതിയ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ അറയുടെ വാല്യൂ ഈ അറയുടെ വാല്യൂവിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നമ്മളത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറയ്ക്ക് ഈ വാല്യൂ അല്ല, പകരം ഫിൽട്ടർ ചെയ്ത വാല്യൂ ആണ്, പുതിയ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടത്. സോ നമ്മൾ ARR is equal to ന്യൂ ലിസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇത് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ റിഫ്രഷ് ചെയ്തു. ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് സെലക്ട് ചെയ്ത് നോക്കാം. സോ ആക്റ്റീവ് സെലക്ട് ചെയ്തു. ആക്റ്റീവ് സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫിൽറ്റേർഡ് അറേ ഇവിടെ വന്നിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്ത അറേ അതിനകത്ത് എന്താ ഒരു ഐറ്റമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ അപ്പോയിൻമെൻറ്റ് ഫോർ നവംബർ എന്ന് ഒരു ഐറ്റമേ ഉള്ളൂ. സോ ഫിൽട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് മര്യാദയ്ക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് യാതൊരു മാറ്റമില്ല. നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമേ ലിസ്റ്റിൽ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ആ പാർട്ട് വർക്ക് ചെയ്തില്ല. സോ ആ പാർട്ട് നമുക്ക് എന്തുകൊണ്ട് വർക്ക് ചെയ്തിട്ടില്ല നോക്കാം. ഇതെന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല എന്ന് ഉള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെൻഡർ ഫംഗ്ഷൻ വീണ്ടും വിളിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ലോഗ് ഇടാം. ഓക്കെ, സോ ഈ റെൻഡർ ഈ പറഞ്ഞ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്താണ് ഈ ടൂൾസ് ആയാലും പിന്നെ ഈ അറയ്ക്കനുസരിച്ചിട്ട്, അതായത് ഈ ഒരു ലിസ്റ്റിനനുസരിച്ചിട്ട് ഈ ലിസ്റ്റ് ഐറ്റംസ് പ്രിൻറ്റ് ചെയ്യണതും ഈ ഓരോ ലിസ്റ്റ് ഐറ്റംസ് പ്രിൻറ്റ് ചെയ്യണതും. സോ നമ്മളിവിടെ ലോഗ് ഇട്ടിട്ട് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈം ഈ പേജ് ലോഡ് ചെയ്തപ്പോൾ ഈ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ റെൻഡർ എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ആക്റ്റീവ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തു, പക്ഷേ റെൻഡർ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ആക്റ്റീവ് എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്തു, നമ്മൾ കൊടുത്ത ന്യൂ ലിസ്റ്റ് അതും ഇവിടെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇതിന് പകരം പുതിയ ലിസ്റ്റുമായി. സോ അതിനകത്ത് ഒരു ഐറ്റമേ ഉള്ളൂ. പക്ഷേ ഈ പുതിയ ഐറ്റം വെച്ചിട്ട് ഈ റെൻഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ടില്ല. ഈ റെൻഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാലാണ് ആ പുതിയ ഐറ്റം വെച്ചിട്ട് ഇവൻ ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഐറ്റം വെച്ചിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ റെൻഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇത് വിളിക്കാത്ത ഈ ഒരു ഫംഗ്ഷൻ വിളിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ കോഡ് വർക്ക് ചെയ്യാത്തത്. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് നമ്മളുടെ കോഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ
അപ്പോൾ തന്നെ ഈ റെൻഡറും വിളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. പക്ഷേ റെൻഡർ നമ്മളല്ല വിളിക്കുന്നത്, റെൻഡർ റിയാക്റ്റിൻ്റെ ലൈബ്രറിയാണ് വിളിക്കുന്നത്, നമ്മളല്ല വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും റിയാക്റ്റിന് പറഞ്ഞു കൊടുക്കണം റെൻഡർ വിളിക്കണം എന്നുള്ളത്. സോ അതിന് റിയാക്റ്റ് നമുക്ക് തരുന്ന വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാക്റ്റ് പറയണത് ഇതാണ്. അതായത് നിങ്ങൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ റെൻഡർ വിളിച്ചോളാം, പക്ഷേ എല്ലാ വേരിയബിളും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന സ്പെഷ്യൽ സെറ്റ് ഓഫ് വേരിയബിൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെൻഡർ വിളിച്ചോളാം. ഓക്കെ, സോ അങ്ങനത്തെ സ്പെഷ്യൽ സെറ്റ് ഓഫ് വേരിയബിൾ എന്ന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്. ഓക്കെ, സോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ റെൻഡർ വിളിക്കാം. സോ അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും, നമ്മുടെ പുതിയ വാല്യൂവിനനുസരിച്ചിട്ട് ലിസ്റ്റ് വരും. ഓക്കെ, സോ നമുക്ക് ആ സ്റ്റേറ്റ് എന്നുള്ള വേരിയബിൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ സ്റ്റേറ്റ് വേരിയബിൾ ക്ലാസ് കോമ്പണൻ്റ് ആയാലും ഫങ്ഷണൽ കോമ്പണൻ്റ് ആയാലും രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് കോമ്പണൻറ്റിനെ കുറിച്ച് പറയാം. ഫങ്ഷണൽ കോമ്പണൻറ്റിൽ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാകും നമ്മൾ ഹുക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കപ്പോൾ പറയാം. ഓക്കെ, ഏതൊരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കണമെങ്കിലും 3 സ്റ്റേജസുകളുണ്ട്. ഒന്ന് ഇനീഷ്യലൈസേഷൻ, അതായത് ഫസ്റ്റ് ആ സ്റ്റേറ്റ് വേരിയബിളിന് എന്തെങ്കിലും വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ കൊടുക്കാം. പിന്നെ റീഡ് ചെയ്യുക, സ്റ്റേറ്റ് വേരിയബിൾ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനാണ് റീഡ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ചെയ്യുക, തിരിച്ച് സ്റ്റേറ്റ് വേരിയബിളിൽ വല്ല ചേഞ്ചസ് വരുമ്പോൾ തിരിച്ച് സ്റ്റേറ്റ് വേരിയബിളിലോട്ടുള്ളതിനാണ് റൈറ്റ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത് ക്ലാസ് കോമ്പണൻ്റ് ആണെങ്കിൽ അത് കൺസ്ട്രക്ടറിനകത്താണ്. ഓക്കെ, സോ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് അറിയെങ്കിൽ നമുക്കറിയാം കൺസ്ട്രക്ടർ അത് നമ്മളിങ്ങനെ എഴുതും. സോ കൺസ്ട്രക്ടറാണ് ഒരു ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ്. ഓക്കെ, സോ ഇതിനകത്തൊരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്, പ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ദിസ് ഡോട്ട് പ്രോപ്സ് ആവുന്നത് ക്ലാസ് കോമ്പൗണ്ടിനകത്ത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ലെങ്കിൽ റിയാക്ട് കോമ്പണൻറ്റിലെ കൺസ്ട്രക്ടറിനെ നേരിട്ട് വിളിച്ചോളൂ, അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമ്മളൊരു കൺസ്ട്രക്ടർ എഴുതുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഈ ഒരു ലൈൻ എഴുതിയിട്ടില്ലെങ്കിൽ അവൻ റിയാക്ട് ഡോട്ട് കോമ്പണൻറ്റിൻ്റെ കൺസ്ട്രക്ടർ വിളിക്കില്ല. സോ അതിനകത്ത് കുറേ കോഡുകൾ അവൻ എഴുതി വെച്ചിട്ടുണ്ടാകും, അതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. സോ നമ്മുടെ കോമ്പണൻറ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കൺസ്ട്രക്ടർ എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ഓവർ റൈഡ് ചെയ്യാന്ന് പറയും. നമ്മൾ ആ കൺസ്ട്രക്ടറിനെ മാറ്റി നമ്മൾ പുതിയ ഒരെണ്ണം എഴുതുകയാണ്. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ അവൻ്റെ പാരൻറ്റിലെ കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പാരൻറ്റിലെ കൺസ്ട്രക്ടറിനെ നമ്മൾ വിളിക്കണം, നമ്മൾ മാനുവലി വിളിക്കണം. സോ അതിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്, സൂപ്പർ പ്രോപ്സ്. ഓക്കെ, അപ്പോൾ അവൻ്റെ ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനൊക്കെ അവൻ വിളിച്ചോളും, സാധാരണ പോലെ വർക്ക് ചെയ്യും. സോ ഇത്രയും നമ്മൾ എന്തായാലും കൺസ്ട്രക്ടർ എഴുതുമ്പോൾ എഴുതണം. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ കൊടുക്കാം. ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്നാണ് വേരിയബിളിൻ്റെ പേര്, ഈസ് ഈക്വൽ ടു, എന്നിട്ട് ഒബ്ജക്റ്റ് തന്നെ കൊടുക്കണം. വേറെ ഒരു ഡാറ്റ ടൈം പറ്റില്ല, ഒന്നല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നൾ വാല്യൂ, ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒബ്ജക്റ്റിനകത്ത് ഓരോ കീയും ഓരോ സ്റ്റേറ്റാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ ലിസ്റ്റിൻ്റെ ഡാറ്റ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ് ഉള്ളൂ. അതിൻ്റെ വാല്യൂ ആയിട്ട് തൽക്കാലം നമുക്ക് ഈ അറേയുടെ വാല്യൂ ഇടാം. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ് ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ വാല്യൂ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റയിലോട്ട് നമ്മൾ ഈ അറേയുടെ കംപ്ലീറ്റ് വാല്യൂ ഉണ്ട്. ഇതാണ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഈ ഡാറ്റ തന്നെ കൊടുക്കണമെന്നില്ല. സോ നമ്മളിവിടെ ഡാറ്റ ചെയ്തുകൊണ്ട് ഡാറ്റ കൊടുക്കുന്നു മാത്രം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെങ്ങനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ റീഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എവിടെയൊക്കെ ഈ സ്റ്റേറ്റ് വേരിയബിൾ ആവശ്യമുണ്ടോ നമുക്ക് അവിടേക്ക് നമുക്കിതിനെ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ റീഡിങ് ഫേസ്. സോ അതും കഴിഞ്ഞു. ഇനി അടുത്ത റൈറ്റിംഗ് ഫേസ്, നമ്മൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്യാന്ന് പറയും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്ത്, സോ ഇവിടെ നമ്മൾ പുതിയൊരു അറേ ഉണ്ടാക്കി, ആ പുതിയ അറേയാണ് ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സ്റ്റേറ്റ് വേരിയബിളോട് സെറ്റ് ചെയ്യണം. ഇതാണ് റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിൽ റിയാക്റ്റ് തന്നെ തരുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, സെറ്റ് സ്റ്റേറ്റ്. സോ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ റിയാക്റ്റിൻ്റെ സ്റ്റേറ്റിലോട്ട് റൈറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പുതിയ ലിസ്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റേറ്റിൽ ഏത് കീ ഏത് വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത് അത് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞ കീ ആണ് നമ്മൾ മാറ്റേണ്ടത്. അതിനകത്ത് പുതിയ ലിസ്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കിതിന് വർക്ക് ചെയ്യേണ്ടോ നോക്കണം. ഓക്കെ, സോ ഇത് ചില സമയത്ത് അത് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല, ചെറിയൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാണ്ട്. എന്തായാലും നമുക്കിത് വർക്ക് ചെയ്യേണ്ടോ നോക്കാം. നമ്മൾ റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇത് പൊട്ടി.
സെറ്റ് സ്റ്റേറ്റ് ഓഫ് അൺഡിഫൈൻഡ് എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് വിളിച്ചു, പക്ഷേ അത് ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ എറർ തന്നിരിക്കുന്നത്. ഓക്കെ, സോ അതെന്താണെന്ന് വെച്ചാൽ ഈ ദിസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. സോ നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ദിസ് എന്ന് പറഞ്ഞ കീവേഡ് എഴുതി കഴിഞ്ഞാൽ ആ ദിസ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, സോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ കേസുകളിൽ ഈ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മളിവിടെ ക്ലാസ് എഴുതിയിട്ടില്ല, ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ദിസ്, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ദിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ദിസ് നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമുക്ക് കോൾ ചെയ്യേണ്ടത്. അത് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പക്ഷേ എല്ലാ കേസിലും ഈ ദിസ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് തന്നെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഈ കോൾ ബാക്ക് വരുന്ന കേസുകളിൽ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഈ ലിസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു കോൾ ബാക്കാണ്. ഈ കോൾ ബാക്ക് നമ്മൾ ഈ പറയുന്ന ടൂൾസിനകത്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഈ ടൂൾസിനകത്ത് നമ്മൾ ഈ കോൾ ബാക്ക് ഓൺ ആക്ഷനിൽ വന്നിട്ട് ഈ സെലക്റ്റിനകത്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഈ സെലക്റ്റാണ് ശരിക്കും ഈ ഫംഗ്ഷൻ വിളിക്കുന്നത്. ഈ സെലക്റ്റാണ് ഫംഗ്ഷൻ വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത്, ദിസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ദിസ് സെലക്റ്റാണ് വിളിക്കുന്നതുകൊണ്ട് മിക്കവാറും സെലക്റ്റാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ കോണ്ടെക്സ്റ്റ് അവിടെ നിന്നാണ്. അതിന് സോൾവ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. സോ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ബൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു കോൾ ബാക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ആ കോൾ ബാക്കിനെ ബൈൻഡ് ചെയ്യാം ഒരു കോണ്ടെക്സ്റ്റ് നോട്ട്. ഓക്കെ, നമ്മൾ ഇതൊരു കോണ്ടെക്സ്റ്റ് ബൈൻഡിങ് എന്നാണ് പറയുക. സോ നമ്മളിങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കുന്ന ആൾ ഏത് കോണ്ടെക്സ്റ്റ് നിന്നായാലും നമുക്കിവിടെ കിട്ടുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ വരുമ്പോൾ അതിൽ ദിസിൻ്റെ വാല്യൂ ഈ പറയുന്ന ക്ലാസ് ആയിരിക്കും. സോ നമുക്ക് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് വർക്ക് ചെയ്യും. സോ അതാണ് ഒരു വഴി. സോ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ആക്റ്റീവ് വന്നു, ആക്റ്റീവ് മാത്രം വന്നു, നോൺ ആക്റ്റീവ് വന്നു, ഓൾ നടിച്ചപ്പോൾ എല്ലാം വന്നു. സോ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്തു. ഓക്കെ, സോ ഇതൊരു വഴി. സോ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി എളുപ്പമുള്ള വഴി എന്താണ്, ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനത്തെ കേസുകളിൽ ഇത് സാധാരണ ഫംഗ്ഷനാണ്. ഈ കോണ്ടെക്സ്റ്റിൻ്റെ പ്രശ്നങ്ങൾ സാധാരണ ഫംഗ്ഷൻ എഴുതുമ്പോഴേ ഉള്ളൂ. ആരോ ഫംഗ്ഷൻ എഴുതാമെന്ന് വിചാരിക്കുക, ഈക്വൽ ടു ഇതൊരു ആരോ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ വിളിക്കുന്ന ആളുടെ കോണ്ടെക്സ്റ്റ് അല്ല, ഈ ഫംഗ്ഷൻ എവിടെയാണോ എഴുതിയിരിക്കുന്നത് ആ കോണ്ടെക്സ്റ്റാണ് ദിസ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈ ക്ലാസ്സിനകത്താണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ ബൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഫംഗ്ഷനാണോ നമുക്ക് കോണ്ടെക്സ്റ്റിൽ പ്രശ്നമുള്ളത് അത് നമ്മൾ ആരോ ഫംഗ്ഷൻ ആക്കിയാൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കി നോക്കാം. ആക്റ്റീവ് വന്നു, കറക്റ്റായി, നോൺ ആക്റ്റീവ് വന്നു, ഓളും വന്നു. ഓക്കെ, ദിസിനെ കുറിച്ചും കോണ്ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. സോ അത് കാണുന്നത് നന്നായിരിക്കും. സോ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ ലിസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് വിളിച്ചിട്ട് പുതിയ ഡാറ്റ കൊടുത്തതും അവൻ വീണ്ടും റെൻഡറിന് വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഒന്നുകൂടി നോക്കി നോക്കാം. ആക്റ്റീവ് അടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആക്റ്റീവ് സെറ്റ് ചെയ്ത ശേഷം അവൻ വീണ്ടും റെൻഡറിന് വിളിക്കുകയാണ്. അതായത് ഈ ഫംഗ്ഷനെ വീണ്ടും വിളിക്കുകയാണ്. ഓക്കെ, സോ ആ പുതിയ ഡാറ്റ ഉപയോഗിച്ചിട്ട് അവൻ ലിസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഈ ഒരു കോമ്പണൻറ്റിന് മാത്രമല്ല റീറെൻഡർ ചെയ്യുക, ഇതും ഇതിൻ്റെ ചൈൽഡ് കോമ്പണൻറ്റും അതിൻ്റെ ചൈൽഡ് കോമ്പണൻറ്റും എല്ലാത്തിനും അവൻ റീറെൻഡർ ചെയ്യും. സോ ഈ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ഡാറ്റയാണ് ഇതിൽ നമ്മൾ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റ ഐറ്റമാണ് ഈ ലേബലിൽ നമ്മൾ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചേഞ്ചസ് വന്നാലും അത് കംപ്ലീറ്റ് നമുക്കിവിടെ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമ്മളുടെ കോഡ് വർക്ക് ചെയ്യും. സോ ഇതാണ് സ്റ്റേറ്റ്. ഇനി നമുക്ക് ഈ സെറ്റ് സ്റ്റേറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സുകൾ നോക്കാം. സോ അതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റാണോ സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒബ്ജക്റ്റാണ്. അതായത് നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റും കൂടിയും ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അന്തർക്കാലം ഇപ്പോൾ ആക്റ്റീവ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ 2 സ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കണമെന്നില്ല. നമുക്കിപ്പോൾ ഡാറ്റ മാത്രം സെറ്റ് ചെയ്താൽ മതി വെച്ചാൽ ആ സ്റ്റേറ്റ് മാത്രം ഒബ്ജക്റ്റിനകത്ത് കൊടുക്കുക. സോ ഏത് സ്റ്റേറ്റ് ആണോ സെറ്റ് ചെയ്യേണ്ടത് അത് മാത്രം കൊടുക്കും. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. സോ അതാണ് സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ആവാം. ഓക്കെ, നമ്മളിങ്ങനെ ഫംഗ്ഷൻ കൊടുക്കാം. അത് പാര ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഫംഗ്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്താണോ റിട്ടേൺ ചെയ്യണത് അതായിരിക്കും ഈ സ്റ്റേറ്റ് ലെവൻ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ എന്താ സെറ്റ് ചെയ്യേണ്ടത് അത് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് മുന്നത്തെ സ്റ്റേറ്റുകൾ വരാം. ഓക്കെ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്ക് ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നതിൻ്റെ പകരം ഈ ആർഗ്യുമെൻറ്റ്
ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ സ്റ്റേറ്റിൻ്റെ വാല്യൂ കാണാം. സോ അതൊരു ഓപ്ഷനാണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഒന്നല്ലെങ്കിൽ ഒബ്ജക്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ഇതുകൂടാതെ സെറ്റ് സ്റ്റേറ്റിന് രണ്ടാമതൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. രണ്ടാമതൊരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് കോൾ ചെയ്യുക വെച്ചാൽ സെറ്റ് സ്റ്റേറ്റ് ചെയ്ത ശേഷം ഇവൻ റെൻഡർ വിളിക്കുമല്ലോ. റെൻഡറൊക്കെ ചെയ്ത ശേഷമാണ് ഈ ഫംഗ്ഷൻ വിളിക്കുക. നമുക്കിവിടെ പ്രിൻ്റ് ഇട്ട് നോക്കാം. ആഫ്റ്റർ സെറ്റ് സ്റ്റേറ്റ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ചെയ്തു, അതിനുശേഷം റെൻഡർ ചെയ്തു, അതിനുശേഷം ആഫ്റ്റർ സെറ്റ് സ്റ്റേറ്റ് വിളിച്ചു. ഓക്കെ, സോ അതാണ് എൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ്. ഇത് നമുക്ക് ചില സമയത്ത് യൂസ്ഫുൾ ആവും. അതായത് നമ്മൾ സ്റ്റേറ്റ് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് കോൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല യൂസ് കേസുകൾ നമുക്ക് പലപ്പോഴും വരും. സ്റ്റേറ്റ് സെറ്റ് ചെയ്ത ശേഷം ചെയ്യേണ്ട യൂസ് കേസുകൾ. സോ അങ്ങനത്തെ കോഡുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എഴുതാം. സോ അതാണ് സെറ്റ് സ്റ്റേറ്റിൻ്റെ രണ്ട് ആർഗ്യുമെൻറ്റുകൾ. സോ ഇതാണ് ബേസിക്കലി സ്റ്റേറ്റിൻ്റെ ഒരു കൺസെപ്റ്റ്. സ്റ്റേറ്റ് ആണ് ഒരു റിയാക്റ്റിൽ എഴുതിയ വെബ് പേജിനെ ഡൈനാമിക് ആക്കുന്നത്. സോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ സ്റ്റേറ്റ് ഉപയോഗിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് യൂസറിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻപുട്ടിനനുസരിച്ചിട്ട് പേജ് മാറണമെങ്കിലോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കോളിൻ്റെ റെസ്പോൺസിനനുസരിച്ച് പേജിലെ ഡാറ്റ മാറ്റണമെങ്കിലോ അതൊക്കെ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് കൂടിയേ തിരുത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു കൺട്രോൾഡ് കോമ്പണൻറ്റ് എന്നുള്ളതാണ്. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തായി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ കോമ്പണൻറ്റ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കൂടി ഒരു ബിഗ് താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.